السلام عليكم ورحمة الله وبركاته. إن الحمد لله الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما فمن تطوع خيرا فإن الله شاكر عليم. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ കഅബയുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായ ഹജറുൽ അസ്വദിനെ കുറിച്ചും മഖാമു ഇബ്രാഹിമിനെ കുറിച്ചും ഹിജ്റ ഇസ്മായിൽ, റുക്നുൽ യമാനി, അതിനെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചത്. കഅബാലയത്തെ തവാഫ് ചെയ്താൽ, തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നമസ്കരിക്കണം. നാം മനസ്സിലാക്കണം, എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ ആ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ തന്നെ 2 റക്അത്ത് നമസ്കരിക്കണം എന്ന് പറയാനുള്ള കാരണം, മറ്റൊരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ. പക്ഷേ വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിക്കാനുള്ള സ്ഥലമാക്കിയിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആദർശ പിതാവിന്റെ മാർഗമാണ്, മില്ലത്താണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന ഏറ്റവും ശക്തമായ ഒരു സന്ദേശമാണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അനിത്തബഅ മില്ലത ഇബ്രാഹിം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ, ഇബ്രാഹിം നബിയുടെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം എന്നതാണ്. തൗഹീദിന് വേണ്ടി ജീവിച്ച്, തൗഹീദിന് വേണ്ടി യാത്ര ചെയ്ത്, തൗഹീദിന് വേണ്ടി തീക്കുണ്ടാരം ഏറ്റുവാങ്ങി, തൗഹീദിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ ഭാര്യയെയും മകനെയും വിജനമായ ഒരു പ്രദേശത്ത് കൊണ്ടുചെന്നാക്കി, അങ്ങനെ തൗഹീദിന്റെ മാർഗത്തിൽ ജീവിച്ച ആ ആദർശ പിതാവിന്റെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം എന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളോട്, മുസ്ലിമീങ്ങളോട് ഒക്കെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂചിപ്പിക്കുകയാണ്. തൗഹീദാണ് ഹജ്ജ് മുഴുവൻ പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യം ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ഹജ്ജിന്റെ ഏറ്റവും വലിയ 2 സന്ദേശങ്ങൾ, ഒന്ന് തൗഹീദാണെങ്കിൽ മറ്റൊന്ന് ഇത്തിബാഉർ റസൂലാണ്.
നോക്കൂ നിങ്ങൾ, മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നമസ്കരിക്കുമ്പോ ഒന്നാമത്തെ റക്അത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയെ ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യേണ്ട സൂറത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിലോ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത് രണ്ടും തൗഹീദിനെ പഠിപ്പിക്കുന്ന, തൗഹീദിനെ പറ്റി പ്രതിപാദിക്കുന്ന, ശക്തമായി പറയുന്ന അതിശക്തമായ 2 സൂറത്തുകളാണ്. ആ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ആ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. നാം മനസ്സിലാക്കണം, തവാഫ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനുള്ളത് സഫാ മർവക്കിടയിൽ സഅയ് നടത്താനും അതുപോലെ തന്നെ സംസം കുടിക്കുവാനുമൊക്കെയാണ്. എന്താണ് സഫയുടെയും മർവയുടെയും പിന്നിലുള്ള ചരിത്രം? എന്തുകൊണ്ടാണ് അല്ലാഹു സഫയും മർവയും തെരഞ്ഞെടുക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ് സംസം നിങ്ങൾ ധാരാളമായി കുടിക്കണമെന്ന് പറയാനുള്ള കാരണം? എന്താണ് സംസം? എന്താണ് സംസമിന്റെ ബർക്കത്ത്, മഹത്വം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഫയുടെയും മർവയുടെയും സംസമിന്റെയും ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാം, അതെല്ലാം ചേർന്ന് നിൽക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെയും ഹാജറ ബീവിയെയും ആ മക്കയിൽ കൊണ്ടുവന്നാക്കി തിരിച്ചു പോകുമ്പോൾ ആകെ അവരെ ഏൽപ്പിക്കുന്നത് ഒരു തോൽ സഞ്ചിയിൽ ഒരൽപ്പം വെള്ളം മാത്രമാണ്. വേറെ ഒന്നുമില്ല. അവിടെ കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷിക്കാൻ വേറെ ഭക്ഷണങ്ങളൊന്നുമില്ല, കയറി നിൽക്കാൻ ഒരു കൂടാരം പോലും ഇല്ലാത്ത ആ സ്ഥലത്ത് അവരെ കൊണ്ടുവന്നാക്കി തിരിച്ചു പോവുകയാണ്. ഒന്നുമില്ല വേറെ, ആകെ തോൽ സഞ്ചിയിൽ ഒരൽപ്പം വെള്ളം മാത്രം. സ്വാഭാവികമായി നമുക്കറിയാം, ഒരൽപ്പസമയം കഴിയുമ്പോ ആ വെള്ളം അവസാനിക്കും. ഹാജറ ബീവി ആ വെള്ളം കുടിച്ചിട്ടുണ്ടാകും. ആ വെള്ളം കുടിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ ദാഹിക്കാൻ തുടങ്ങി, തന്റെ മകൻ കരയാൻ തുടങ്ങി. എന്തേ കാരണം? ഹാജറ ബീവി ആ വെള്ളം കുടിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ ദാഹിച്ച് വെള്ളം കിട്ടാതെ വന്നപ്പോ തന്റെ മകൻ അമ്മിഞ്ഞ കടിക്കുന്ന, മുലപ്പാല് കുടിക്കുന്ന സമയം, മുലപ്പാല് പോലും കിട്ടാത്ത അവസ്ഥ. ദാഹിച്ചു ആ മകൻ കരയുകയാണ്. ഏതൊരുമ്മയെ, വാപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ കഴിയില്ല മക്കളുടെ കരച്ചിൽ. ആ ഉമ്മക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ഉമ്മ കുറച്ചു നേരമൊക്കെ അന്വേഷിച്ചു, കുറച്ചു നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി. പക്ഷേ മകന് ദാഹം തീർക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഓടിക്കയറുകയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന സൊഫയുടെ മേലെ. മക്കയോട്, കഅബയോട് ചേർന്ന് നിൽക്കുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന 2 കുന്നുകളായിരുന്നു അന്ന് സൊഫയും മർവയും. കഅബ നിൽക്കുന്ന സ്ഥലം താഴ്ന്ന പ്രദേശമാണെന്നാണ്, താഴ്ന്ന പ്രദേശമാണ്. ആ സമയത്ത് മറ്റു മലകളൊക്കെ, മറ്റു പർവ്വതങ്ങളൊക്കെ വലിയ ഉയരത്തിലാണ്. എന്നാൽ കുറച്ചു ഉയരം കുറഞ്ഞ 2 മലകൾ, 2 പർവ്വതങ്ങൾ എന്നുള്ള നിലക്ക്, കഅബയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന 2 പർവ്വതങ്ങൾ എന്നുള്ള നിലക്ക് ഹാജറ ബീവി ആദ്യം ഓടിക്കയറിയത് സൊഫയുടെ മേലെയാണ്. സൊഫയുടെ മേലെയാണ്. അവിടെ കയറി ആ രംഗം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിശദീകരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അവരിങ്ങനെ പല ഭാഗങ്ങളിലേക്കും നോക്കി, ഉയരത്തിൽ കയറി നിന്ന് ചുറ്റുഭാഗത്തേക്ക് നോക്കി, എവിടെയെങ്കിലും പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നുണ്ടോ എന്ന്. കാരണം വെള്ളമുള്ളയിടത്താണ് സാധാരണ പക്ഷികൾ വട്ടമിട്ട് പറക്കുക. അങ്ങനെ കാണുന്നില്ല. ഏതെങ്കിലും യാത്രാസംഘം വരുന്നുണ്ടോ? ഇല്ല, ആരെയും കാണുന്നില്ല. ഹൽ തറാ അഹദൻ ഫലം തറാ അഹദൻ, ആരെങ്കിലും ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. പക്ഷേ ആരെയും കാണുന്നില്ല. കുറച്ചു സമയം സൊഫയുടെ മേലെ നിന്നു, അവിടെ നിറങ്ങി വീണ്ടും അടുത്ത കുന്നിന്റെ അടുത്തേക്ക് ഓടുകയാണ്. പക്ഷേ ഓട്ടത്തിനിടയിൽ അവർ വീണ്ടും മകന്റെ അടുത്തേക്ക് വന്നു. കാരണം മകൻ തനിച്ചാണ്, ആ മകൻ കരയാണ്, എന്താണ് അവസ്ഥ എന്ന് നോക്കാൻ. പക്ഷേ അവിടെ വെള്ളം കാണാതെ വന്നപ്പോ വീണ്ടും ഉമ്മ കയറുകയാണ് മർവയുടെ മേലെ. അവിടെയും കയറി വെള്ളം നോക്കി ചുറ്റുഭാഗത്തേക്ക് നോക്കുന്നു. ഒന്നും അവർക്ക് കാണാൻ കഴിയുന്നില്ല. വെള്ളം കാണാൻ കഴിയുന്നില്ല, വെള്ളം കണ്ടെത്താൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഫഫഅലത് ദാലിക 7 മർറാത്ത്. അങ്ങനെ 7 പ്രാവശ്യം അവർ സഫയുടെ മർവയുടെ മേലെ കയറി ഇറങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫദാലിക സഅയുൻ നാസി ബൈനഹുമാ. അതുകൊണ്ടാണ് ജനങ്ങൾ സഅയ് നടത്തുമ്പോ, എന്ന് പറഞ്ഞാൽ ഉംറക്കും ഹജ്ജിനുമൊക്കെ പോയാൽ സഅയ് നടത്തുമ്പോ
സഫാ മറുവക്കിടയിൽ 7 പ്രാവശ്യം നടക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്നും ഹജ്ജിനും ഉംറക്കും പോകുന്നവർ സഅയ് ചെയ്യണം. എവിടെയാണ് സഅയ് ചെയ്യേണ്ടത്? ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ, പക്ഷെ അവിടെയൊന്നും പോരാ. സഫാ മറുവക്കിടയിൽ പ്രത്യേകമായി ആ സഫാ മറുവക്കിടയിൽ 7 പ്രാവശ്യം നടക്കണം. എങ്കിലേ ഉംറ പൂർത്തിയാകൂ, എങ്കിലേ സഅയ് പൂർത്തിയാകൂ. അതും 7 തവണ നടക്കണം, 7 തവണ നടക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് അടയാളപ്പെടുത്തിയിടത്ത് പുരുഷന്മാർ ഒരൽപ്പം സ്പീഡിലോടണം, ഒരൽപ്പം സ്പീഡിൽ നടക്കണം. എന്തേ അങ്ങനെ പറയാൻ കാരണം? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു അടിമപ്പെണ്ണ്, ഹാജറ എന്ന ഉമ്മ അടിമയായിരുന്നു, ഒരു അടിമപ്പെണ്ണായിരുന്നു. അവിടെ നിന്നാണ് മുഹമ്മദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം ചെയ്യുന്നത്. ആ അടിമപ്പെണ്ണായ ഹാജറ ബീവി ഓടിയ ഓട്ടം അതിനനുസ്മരിച്ചുകൊണ്ട് ഹജ്ജിനും ഉംറക്കും വരുന്നവർ, അത് രാജാവായാലും പ്രജകളായാലും ഭരണാധികാരിയായാലും ആരായാലും അവിടെ ഓടണം, സഅയ് നടത്തണം, ആ ഓർമ്മ പുതുക്കണം. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും ഓർമ്മിക്കാൻ ഇസ്ലാമിന്റെ ശിആറായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ സഅയിനെ, ആ പരിശുദ്ധമായ മറുവയെ, ആ പരിശുദ്ധമായ സഫയെ അല്ലാഹു തിരഞ്ഞെടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിന്റെ ശിആറാണ്, ഇസ്ലാമിന്റെ അടയാളമാണ് സഫയും മറുവയും. അല്ലാഹുവിന്റെ വാചകം സൂറത്തുൽ ബഖറയിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ അഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ ഫമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, സഫയും മറുവയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദീനിന്റെ അടയാളങ്ങളാണ്. അല്ലാഹു ദീനിന്റെ ശിആറുകളാക്കി സഫയെയും മറുവയെയും. എന്നിട്ട് പറഞ്ഞു, അവിടെ സഅയ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്തേ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന് എല്ലാ ബഹുദൈവാരാധനയെയും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ, അത് ശിർക്കാണെന്ന് പറഞ്ഞപ്പോ, ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫയുടെ മറുവയുടെയും ഇടയിൽ സഅയ് നടത്തുന്നത്. ഇത് കണ്ട ശത്രുക്കൾ പറഞ്ഞു, ഞങ്ങളോട് പറയുന്നു കല്ലിനെ ആരാധിക്കരുത്, ഞങ്ങളോട് പറയുന്നു കല്ലിനെ തവാഫ് ചെയ്യരുത്. പക്ഷേ എന്നിട്ട് എന്തായി മുഹമ്മദ് ചെയ്യുന്നത്? ഈ സഫയ മറുവയെ ആരാധിക്കുകയല്ലേ? അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇല്ല, അത് ആരാധനയല്ല. ഫലിയഅബ്ദു റബ്ബ ഹാസൽ ബൈത്ത്, ഈ ബൈത്തിന്റെ നാഥനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഇതൊരു ആരാധനയല്ല, ഇത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, സഅയ് എന്നാണ് സഫാ മറുവക്കിടയിലുള്ള നടത്തത്തിന്റെ പേര്. എന്താ സഅയ് എന്ന് പറഞ്ഞ അർത്ഥം? പരിശ്രമം, പരിശ്രമം എന്നതാണ്. ഹജറ ബീവിക്ക് അള്ളാഹുവിൽ അത് ശക്തമായ വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാഹ് ഞങ്ങളെ സഹായിക്കും, അള്ളാഹു എനിക്ക് വെള്ളം തരും, ഞങ്ങളെ കൈവിടൂല. നമ്മൾ കണ്ടതാണല്ലോ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിൽ കൊണ്ടുവന്നാക്കി തിരിച്ചു പോകുമ്പോ ഹജറ ബീവി ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹ് പറഞ്ഞിട്ടാണോ പോണത്? അതെ എന്ന് ഇബ്രാഹിം നബി പറയുമ്പോ ഹജറ ബീവി പറയുന്നുണ്ടെങ്കിൽ ധൈര്യമായി പോയിക്കോ, എങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടൂല. ഹജറ ബീവിക്കറിയാം അള്ളാഹു ഞങ്ങൾക്ക് വെള്ളം തരും, ഞങ്ങൾ അള്ളാഹു കൈവിടൂല. പക്ഷേ ഹജറ ബീവി അവിടെ പരിശ്രമിക്കുകയാണ്. എന്താണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്? അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസമുണ്ട്, അള്ളാഹു എനിക്ക് തരും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അതും പറഞ്ഞ് കൈകെട്ടിയിരിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. അധ്വാനിക്കണം. ആദ്യം നീ ചെയ്യേണ്ടത് ചെയ്യണം, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം എന്ന്. ശരി, ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഹാജറ ബീവി ഓരോ തവണ ഓടുമ്പോഴും സഫയിലേക്ക് കയറി മറുവയിലേക്ക് ഓടുന്നതിനിടയിൽ കുഞ്ഞിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് കുറച്ചു നേരം അവിടെ നിൽക്കും. ആ ഉമ്മാന്റെ ഒരു പരാക്രമമാണത്, ഒരു ഉമ്മാന്റെ ബേജാറാണത്. അവിടെ നിന്ന് വീണ്ടും മറുവയിലേക്ക് ഓടും, തിരിച്ചു വീണ്ടും അവിടെ നിറങ്ങും, സഫയിലേക്ക് ഓടാണ്. ആ സമയത്തതിനിടയിൽ വീണ്ടും മോന്റെ അടുത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്, വീണ്ടും സഫയിലേക്ക് കയറും. തിരിച്ച് ആ ഓട്ടങ്ങൾക്കിടയിൽ 7 പ്രാവശ്യം ഓടിയ ഓട്ടങ്ങൾക്കിടയിൽ ആ ഉമ്മ മകന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, എന്താണ് മകന്റെ അവസ്ഥ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അവസാനം മറുവയിലേക്ക് കയറി. അവിടെ വെച്ചാണ് സമിഅത്തു സൗതൻ, ഒരു ശബ്ദം കേട്ടു.
മർവയിൽ ഹാജറ ബീവി നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ശ്രദ്ധിച്ചു നിന്നു. എവിടെന്നാണ് ശബ്ദം? ഏതാണ് ശബ്ദം? അങ്ങനെ ശ്രദ്ധിച്ചു നിന്നു. ആ സമയത്ത് ഹാജറ ബീവിക്ക് മനസ്സിലായി ശബ്ദം കേൾക്കുന്നത് തന്റെ മകൻ കിടക്കുന്ന ഭാഗത്തുനിന്നാണ്. തന്റെ മകൻ കിടക്കുന്ന ഭാഗത്തുനിന്നാണ് ശബ്ദം കേൾക്കുന്നത്. ആ സമയത്ത് ഹാജറ ബീവി പറഞ്ഞു, ഞാനൊരു ശബ്ദം കേൾക്കുന്നുവല്ലോ, നിനക്ക് എന്തെങ്കിലും എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ നിനക്ക് സഹായിക്കാം. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ആയിഷ ബീവി പറഞ്ഞ വാചകമാണത്. കാരണം അവിടെ ശബ്ദമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. എന്തിന്റെ ശബ്ദമാണെന്നറിയുന്നില്ല. പക്ഷേ ആ ശബ്ദം കേട്ട ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ, ഉറപ്പല്ലേ, ആരെങ്കിലും ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഹാജറ ബീവി അങ്ങനെ ചോദിച്ചത്. അങ്ങനെ ഹാജറ ബീവി ഓടി വരികയാണ് ശബ്ദം കേട്ട ഭാഗത്തേക്ക്. അവിടെ യദാ ഫഇദാ ഹിയ ബിൽ മലക് ഇൻദ മൗദിഇ സംസം. അവിടെ യദാ ഒരു മലക്ക് നിൽക്കുകയാണ്. അവിടെ ഒരു മലക്ക് നിൽക്കുകയാണ്. ഇൻദ മൗദിഇ സംസം, അതിന്റെ അടുത്തായിരുന്നു സംസം വന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫബഹസ ബിഅഖിബിഹി ഔ ബിജനാഹിഹി. ആ മലക്കിന്റെ കാലുകൊണ്ടോ ചിറകുകൊണ്ടോ ഒന്ന് ചെറിയൊരു കുഴിയുണ്ടാക്കി. ഹത്താ ലഹറൽ മാ, അവിടെ നിന്നതാ വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങി. മലക്കിങ്ങനെ ആ മലക്കിന്റെ ചിറകുകൊണ്ടോ കാലുകൊണ്ടോ ചെറിയൊരു കുഴിയുണ്ടാക്കിയപ്പോ അതിൽ നിന്നും ധാരാളം വെള്ളം വരാൻ തുടങ്ങി. അന്നേരം ഹാജറ ബീവി വേഗം ആ വെള്ളത്തിനിങ്ങനെ ഒരു റൗണ്ട് പോലെ ഒരു തട വെക്കാൻ തുടങ്ങി. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ആ ഭാഗത്ത് തട വെക്കാൻ തുടങ്ങി. എന്നിട്ട് ഹാജറ ബീവി വെള്ളം കോരിയെടുത്ത് കുടിക്കാനും തൻ്റെ കയ്യിലുള്ള തോൽ സഞ്ചിയിൽ വെള്ളം നിറക്കാനും തുടങ്ങി. നോക്കൂ നിങ്ങൾ, ഇതാണ് സംസം. ഇതാണ് സംസം. ഖാല ഫശരിബത് വഅർളഅത് വലദഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹാജറ ബീവി അതിൽ നിന്ന് വെള്ളം കുടിക്കുകയും തൻ്റെ കുട്ടിയെ മുലയൂട്ടുകയും ചെയ്തു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മലക്ക് അവരോട് പറഞ്ഞൊരു വാചകമുണ്ട്. ഫഖാല ലഹൽ മലക് ലാ തഖാഫു, പേടിക്കരുത്, നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. ഈ കുട്ടിയുണ്ടല്ലോ, ആരെ ചൂണ്ടിയിട്ടാ? ഇസ്മായിൽ നബിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാ, ഈ കുട്ടിയും ഈ കുട്ടിയുടെ പിതാവും കൂടി ഇവിടെ ഒരു ഭവനം പണിയും. ഏത് ഭവനം? ബൈത്തുല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഒരു വീട് പണിയും. വഇന്നല്ലാഹ ലാ യുളീഉ അഹ്ലഹു, അള്ളാഹു ആ ബൈത്തിന്റെ ആ ഭവനത്തിന്റെ സേവകരെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല എന്ന് പിന്നെ മലക്ക് പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇവിടെ നിന്നാണ് സംസം വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യർഹമുല്ലാഹു ഉമ്മു ഇസ്മാഈൽ ലൗ തറകത് സംസം ലകാനത് സംസം ഐനൻ മഈന. അന്നെങ്ങാനും ഹാജറ ബീവി ആ വെള്ളം ഇങ്ങനെ തടഞ്ഞു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ അവിടെ വലിയൊരു അരുവിയായി നദിയായി ഒഴുകുമായിരുന്നു. സംസം എന്ന് പറഞ്ഞു എന്നാണ് മതിയായപ്പോ. എന്താ സംസം എന്ന് പറഞ്ഞാൽ? അടങ്ങ്, നിൽക്ക്. അതാണ് സംസമിന്റെ അർത്ഥം. അടങ്ങ്, നിൽക്ക് എന്ന് പറഞ്ഞപ്പോ ആ വെള്ളം അവിടെ നിന്നു. എവിടെ നിന്നാ വെള്ളം വന്നത്? നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്, ഞാൻ പറയാറുണ്ട് പലപ്പോഴും. ഇസ്മായിൽ നബി കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് എന്ത് ചെയ്തത് അല്ലേ? ഹദീസിലുള്ളത്, ആ മലക്കിന്റെ ചിറകുകൊണ്ടോ കാലുകൊണ്ടോ ഒരു ചെറിയ കുഴിയുണ്ടാക്കി. അവിടെ നിന്നാണ് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അത് ഇസ്മായിൽ നബി കിടന്നതിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അങ്ങനെയാണ് സംസം വരുന്നത്. പിന്നീട് അവിടെ കാടുകൾ വരാൻ തുടങ്ങി. കാലങ്ങൾക്ക് ശേഷം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പല കാരണങ്ങളാലും സംസം കിണർ മൂടിപ്പോയിരുന്നു. സംസം കിണർ പിന്നീട് മൂടിപ്പോയിട്ടുണ്ട്. അവിടെ ആളുകൾ വരുന്നു. നമ്മൾ ജുർഹും ഗോത്രത്തെക്കുറിച്ച് പഠിച്ചു. ഇസ്മായിൽ നബി വലുതായി. അവിടെ ആളുകൾ വന്ന് ഇസ്മായിൽ നബിയുടെ വിവാഹം കഴിഞ്ഞു. അവിടെ ചെറിയ കുടുംബങ്ങളായി. പക്ഷേ ആ കുടുംബങ്ങൾക്കൊക്കെ താമസിക്കാനുള്ള അനുവാദം കൊടുക്കുമ്പോൾ ഹാജറ ബീവി അവരോടൊരു അഗ്രിമെന്റ് വാങ്ങിയിരുന്നു. എന്താ അഗ്രിമെന്റ്? നിങ്ങളോട് താമസിച്ചോ, പക്ഷേ ഇതിൽ നിങ്ങൾക്ക് അവകാശമില്ല. ഏതില്? ഈ സംസമിൽ നിങ്ങൾക്ക് അവകാശമില്ല. അവിടെ താമസിക്കാൻ വരുന്നവർക്കൊക്കെ താമസിക്കാൻ അനുവാദം കൊടുക്കും.
പക്ഷേ അവരോട് പറയും, നിങ്ങൾക്ക് കുടിക്കാം, വെള്ളമെടുക്കാം, ആവശ്യം പോലെ ഉപയോഗിക്കാം, പക്ഷേ ഇതിന്റെ അവകാശം ചോദിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. കാലങ്ങളോളം അവിടെ അങ്ങനെ കഴിഞ്ഞു. കുറെ നാളുകൾക്ക് ശേഷം, കാലങ്ങൾക്ക് ശേഷം, നമ്മൾ മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിച്ചപ്പോൾ ആ രംഗങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ജുർഹും ഗോത്രക്കാർ അവസാനം മക്ക വിട്ടു പോകേണ്ടി വന്നു. ആ സമയത്ത് അവർ സംസം കിണറിനെ മൂടിക്കളഞ്ഞു. സംസം കിണറിനെ മൂടിക്കളഞ്ഞു. അവർ അവിടെ കിട്ടുന്ന അവരുടെ സ്വർണങ്ങളും അവരുടെ മറ്റു മുതലുകളെല്ലാം എടുത്ത് ആ സംസം കിണറിലിട്ട് മൂടി. അങ്ങനെ സംസമിന്റെ ആ സ്ഥാനം തന്നെ, ആ കിണർ തന്നെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ സംസം കിണർ മൂടിക്കളഞ്ഞു. അവിടെ നിന്ന് പോയി ആരാ? ജുർഹും ഗോത്രക്കാർ പോയപ്പോ. പിന്നീട് പിൽക്കാലത്ത് അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിൽ അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കാണുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ട് ആ ചരിത്രം പറഞ്ഞൊക്കെ? അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കാണുകയാണ്. 3 ദിവസം തുടർച്ചയായ സ്വപ്നം കണ്ടു. ഒരു സ്ഥലം കാണിച്ചു, അവിടെ കുഴിക്കാനാണ് സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിൽ ആരോ വന്ന് പറയുന്നുണ്ട്, 3 ദിവസവും ഒരേ സ്വപ്നം കണ്ടു, നീ തൊയ്ബ കുഴിക്കണം, നീ തൊയ്ബ കുഴിക്കണം എന്നാണ് അബ്ദുൽ മുത്തലിബിനോട് സ്വപ്നത്തിൽ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, അവിടെ ഒരു അടയാളം കാണിച്ചു കൊടുത്തു, നീ അങ്ങോട്ട് ചെന്നാൽ അവിടെ കുറെ ഉറുമ്പുകളൊക്കെ ഉണ്ടാകും. ചില റിപ്പോർട്ടിൽ കാണാം ഒരു കാക്കയും ഉണ്ടാകും. ആ ഉറുമ്പുകളുള്ള സ്ഥലമാണ് നീ കുഴിക്കേണ്ടത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ആളുകളെ കൂട്ടിപ്പോയി അവിടെ വീണ്ടും ആ കുഴി കുഴിക്കുകയും അവിടെ നിന്ന് വീണ്ടും സംസം കണ്ടെത്തുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇതാണ് സംസം. നമ്മൾ മനസ്സിലാക്കണം, സംസമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം, മാഉ സംസം ലിമാ ശുരിബ ലഹു. നിങ്ങൾ എന്തിനു വേണ്ടി സംസം കുടിച്ചോ, സംസം അതിനുള്ളതാണ്. സംസം കുടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വെറുതെ സാധാരണ വെള്ളം കുടിക്കുന്നത് പോലെ, ഒരു മിനറൽ വാട്ടർ കുടിക്കുന്നത് പോലെ, സാധാരണ ഒരു ബോട്ടിൽ ഇല്ല, അങ്ങനത്തെ ഒരു ചിന്തല്ല. മാഉ സംസം ലിമാ ശുരിബ ലഹു. നിങ്ങൾ എന്തിനു വേണ്ടി സംസം കുടിച്ചോ അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രോഗത്തിന് ശമനമാണ് സംസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രോഗത്തിന് ശമനമാണ് സംസം. മുൻഗാമികളായ സ്വഹാബികളുടെയും താബികളുടെയും ഒക്കെ ചരിത്രത്തിൽ, സലഫു സാലിഹുകളുടെ ചരിത്രത്തിൽ കാണാം, അവർക്ക് സംസം പരീക്ഷിച്ച് വലിയ മാറാരോഗങ്ങൾ വരെ മാറിയിട്ടുണ്ട്. നമുക്കത് മാറുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അതിന്റെ കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇന്ന് വയറ് നിറച്ച് സംസം കുടിക്കുന്നുണ്ട്. പണ്ടൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സംസം കിട്ടിയിരുന്ന എങ്ങനെ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പലപ്പോഴും ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായി ഞാൻ സംസം കുടിക്കുന്നത് ഒരു സ്പൂണിലാണ്. എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഒരാള് ഹജ്ജിന് പോയി തിരിച്ചു വന്നപ്പോൾ ഒരു ഗ്ലാസിന്റെ പകുതി വീട്ടിലേക്ക് സംസം വന്നു. ഞങ്ങളുടെ വീട്ടിൽ 5 ആളുണ്ടായിരുന്നു. 5 ആളും കൂട്ടി ഒരു സ്പൂണിലാണ് സംസം കുടിച്ചത്. അന്ന് ആ സംസമിനൊരു വില ഉണ്ടായിരുന്നു. ഇന്ന് സംസം ധാരാളം കുടിക്കാറുണ്ട്. എപ്പോഴും നമ്മുടെ വീട്ടിൽ ലിറ്ററുകൾ സ്റ്റോക്കാണ്. എപ്പോഴും വീട്ടിലുണ്ടാകും, ഒരു ക്യാനിലുണ്ടാകും. ധാരാളം കുടിക്കുന്നുണ്ട്, പോയാലും കുറെ കുടിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അത് കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രോഗശമനത്തിനാണ് സംസം കുടിക്കുന്നതെങ്കിൽ രോഗം മാറും, ഉറപ്പാണ്. ദാഹം മാറ്റാനാണ് സംസം കുടിക്കുന്നതെങ്കിൽ ദാഹം മാറും. വിശപ്പ് മാറ്റാനാണ് സംസം കുടിക്കുന്നതെങ്കിൽ വിശപ്പ് മാറും. ഹറമിലൊക്കെ പോയ ആളുകൾക്കറിയാം, സാധാരണ ളുഹറിനോ അസറിനൊക്കെ ഹറമിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് ഇശാ കഴിഞ്ഞിട്ടൊക്കെ അവർ വരുള്ളൂ. സാധാരണ അങ്ങനെയാണല്ലോ. ആ സമയത്ത് അല്ലെങ്കിൽ കുറേ സമയം, ചില റമദാനിനൊക്കെ ഹറമിൽ പോയ അനുഭവങ്ങളുണ്ട്. അവിടെ അത്താഴത്തിന്റെ സമയത്ത് ഒരൽപ്പം സംസം കുടിക്കും, പിന്നെ വീട്ടിൽ പോവില്ല, പിന്നെ റൂമിൽ പോവില്ല, അത്താഴം കഴിക്കാൻ പോവില്ല പലരും. സംസം കഴിച്ചാൽ അവരുടെ വിശപ്പ് മാറും. നോക്കൂ നിങ്ങൾ, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചുകൊണ്ട് മക്കയിലേക്ക് കടന്നു വരികയാണ്. 1 മാസക്കാലം അവിടെ നടന്നു. 1 മാസത്തിന് ശേഷമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂദർ റളിയല്ലാഹു അൻഹു കണ്ടെത്തുന്നത്. ആ കണ്ടുമുട്ടിയപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മത്താ കുന്ത ഹാഹുന, നീ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? മക്കയിൽ വന്നിട്ട് എത്ര ദിവസമായി? അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് കുന്തു ഹാഹുന മുൻദു 30 ബൈന ലൈലത്തിൻ വയൗം. 1 മാസമായി ഞാൻ വന്നിട്ട്. 30 രാവും പകലുമായി എന്ന് പറഞ്ഞാൽ 1 മാസമായി. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഫമൻ കാന യുതഇമുക,
ആരാണ് നിനക്ക് ഭക്ഷണം തന്നത്? നീ എന്താ കഴിച്ചിരുന്നത്? ഒരു മാസം നീ എന്താ കഴിച്ചിരുന്നത്? ആ സമയത്ത് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ കാന ലീ തുആമുൻ ഇല്ലാ മാഉ സംസം. സംസം മാത്രമാണ് ഞാൻ കുടിച്ചിരുന്നത്, സംസമല്ലാത്ത മറ്റൊരു വെള്ളവും ഞാൻ കുടിച്ചിട്ടില്ല. സംസം കുടിച്ചിരുന്നു, ധാരാളമായി ഞാൻ കുടിച്ചു. അത് കുടിച്ചപ്പോൾ എൻ്റെ വിശപ്പൊക്കെ മാറി, എനിക്ക് ക്ഷീണം അനുഭവപ്പെട്ടിട്ടില്ല. ആരാ പറയണത്? അബൂദർ റളിയല്ലാഹു അൻഹു പറയാ, എനിക്ക് ക്ഷീണം അനുഭവപ്പെട്ടിട്ടില്ല, എൻ്റെ ശരീരമൊക്കെ വല്ലാത്തൊരു എനർജി കിട്ടുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു, ഞാൻ ഒരിക്കലും തളർന്നിരുന്നിട്ടില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ മുബാറക്കുൻ ഇന്നഹാ തുആമു തുഅം. അത് അനുഗ്രഹീതമായ വെള്ളമാണ്, സാധാരണ വെള്ളമല്ല, ബർക്കത്താക്കപ്പെട്ട വെള്ളമാണ്. തീർച്ചയായും അത് ഭക്ഷണത്തിന് പരിഹാരമാണ്, ഭക്ഷണത്തിന് ഭക്ഷണവുമാണ്, ഭക്ഷണത്തിന് പകരമാണ് സംസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ധാരാളമായി സംസം കുടിക്കണം, ധാരാളമായി സംസം കുടിക്കണം, വയറ് നിറച്ചു കുടിക്കണം. നിങ്ങളുടെ നിഫാക്ക് കുറയാൻ അത് കാരണമാകും. സംസം വയറ് നിറച്ചു കുടിച്ചാൽ നിഫാക്ക് ഇല്ലാതെ പോകുന്നതാണ്. നിഫാക്ക് മാറാൻ സംസം ധാരാളം കുടിക്കണം. ധാരാളം ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. സംസം സാധാരണ വെള്ളമല്ല, നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല എന്നറിയാം, പക്ഷേ അത് കുടിക്കും. ഞാൻ അത് ഇത്രയും ഗൗരവത്തിൽ പറയുന്നതെന്നറിയാം, നമ്മൾ പലപ്പോഴും സംസം ധാരാളം കുടിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ പ്രശ്നം? നമുക്ക് എന്തുകൊണ്ട് പരിഹാരമാകുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുനാഫിക്കിന് സംസം ശിഫയാകൂല. നമ്മൾ സ്വയം പരിശോധിക്കണം. നിഫാക്ക് മനസ്സിലുള്ളവൻ നിഫാക്ക് പോകാൻ സംസം കുടിച്ചാൽ മതി. പക്ഷേ ആ കുടിയിൽ എന്ത് വേണം? സംസം എവിടെന്നാ വന്നത്? ഹാജറ ബീവിയുടെ തവക്കുലിൽ നിന്നാണ് സംസം വരുന്നത്, അല്ലേ? ആരുമില്ലാത്ത സമയത്ത് വെള്ളത്തിന് വേണ്ടി ഓടുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും ചെയ്ത ഹാജറ ബീവിയുടെ ചരിത്രത്തിൽ നിന്നാണ് സംസം വന്നതെങ്കിൽ ഫമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ആരാണോ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നത് അവൻ അല്ലാഹു മതി, അല്ലാഹു മതി. പക്ഷേ ആ തവക്കുലുണ്ടല്ലോ, ആ തവക്കുൽ ഹഖ്ക തവക്കുലിഹി എന്ന് പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥ തവക്കുൽ ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. നോക്കൂ നിങ്ങൾ, ഹദീസിന്റെ വാചകം ഇതാണ്, ഇന്ന ആയത മാ ബൈനനാ വ ബൈനൽ മുനാഫിഖീൻ അന്നഹും ലാ യതവല്ലഊന മിൻ സംസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കപടവിശ്വാസികളുടെയും നമ്മുടെയും ഇടയിലുള്ള അടയാളം അവർ സംസം കൊണ്ട് വയറ് നിറക്കുകയില്ല എന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണിത്. കേട്ടോ? എന്ന് പറഞ്ഞാൽ സംസം കുടിക്കും, വയറ് നിറയൂലാന്ന്, വിശപ്പിന് പരിഹാരാവൂലാന്ന്, ദാഹത്തിന് ശമനാവൂലാന്ന്, രോഗത്തിന് ശമനമാകൂല. ആർക്ക്? മുനാഫിക്കിന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ സ്വയം പരിശോധിക്കണം. ചില അടയാളങ്ങളൊക്കെ ഉണ്ടല്ലോ, നിഫാക്ക് ജീവിതത്തിലുണ്ടോ മനസ്സിലുണ്ടോ എന്നൊക്കെ നമുക്ക് സ്വയം പരിശോധിക്കാൻ കുറച്ച് മാർഗങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണിത്, നമ്മളെ സ്വയം പരിശോധിക്കാൻ. ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളെ തന്നെ ഒന്ന് സ്വയം പരിശോധിക്കണം എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഭാഗമാണെന്ത്? സംസം. സംസം കുടിക്കുന്ന സമയത്ത് കൈകൾ വിറക്കുന്നുണ്ടോ, ഈമാൻ ശക്തമാകുന്നുണ്ടോ, തവക്കുൽ ശക്തമാകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ആ ഹാജറ ബീവിയെ, ഇസ്മായിൽ നബിയെ, ഇബ്രാഹിം നബിയെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. കാരണം അത്രമേൽ വലിയ അത്ഭുതമാണ് സംസം. ശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തിയ വല്ലാത്തൊരു വെള്ളമാണ് സംസം. ഇന്ന് നിങ്ങൾക്കറിയാം, സംസമിനെ കുറിച്ചൊന്ന് പഠനം നടത്തിയാൽ, ഒന്ന് വായിച്ചു നോക്കിയാൽ കാണാം, ഇന്നും മക്കയിൽ റിസർച്ച് സെന്ററുകളുണ്ട്. എന്തിന്? സംസമിനെ കുറിച്ച് പഠിക്കാൻ. ഓരോ ആഴ്ചയിലും സംസം കിണറിൽ നിന്ന് വെള്ളമെടുക്കുന്നു, എന്നിട്ട് അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നു. ഇന്ന് വരെ അതിന്റെ വെള്ളത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല എന്നാണ്. സംസമിനെ കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. ഉറവ പറ്റാത്ത അത്ഭുത ജലമാണ് സംസം. ഒരു സെക്കൻഡിൽ 20 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് എത്തുന്നത് എന്ന്. ഒരു സെക്കൻഡിൽ 80 ലിറ്റർ വെള്ളം, 20 അല്ല, എത്ര? 80 ലിറ്റർ വെള്ളം അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. ഒരു ദിവസം 7 ലക്ഷത്തോളം ലിറ്റർ വെള്ളം ഹറമിൽ മാത്രം ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, സംസമിനെ കുറിച്ചുള്ള പഠനം. ഇതുപോലെ എല്ലാവർക്കും വായിക്കാൻ കഴിയും. ഇടയ്ക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഇത് കേട്ടുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോകും. മനോഹരമാണ്. സംസമിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ വായിക്കുമ്പോൾ ഒക്കെ വല്ലാത്ത അത്ഭുതമാണ്.
ഒരു ദിവസം ഹറമിൽ 7 ലക്ഷത്തോളം, അത് ഹജ്ജിന്റെ സീസണായാൽ 20 ലക്ഷം ലിറ്റർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതൊന്നും കൂടാതെ മക്കയിൽ നിന്ന് ഓരോ ദിവസവും മദീനയിലേക്ക് 100 കണക്കിന് ടാങ്കറുകൾ. നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജിന്റെ സീസൺ ആകുമ്പോൾ വീണ്ടും വർദ്ധിക്കുകയാണ്. പക്ഷെ അത്ഭുതം എന്താണെന്നറിയോ? ഒരൽപ്പം പോലും പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരൽപ്പം പോലും പറ്റുന്നില്ല. ശക്തമായ 3 ഉറവകൾ സംസമിനുണ്ടെന്നാണ്. ശക്തമായ 3 ഉറവകൾ, അതുകൂടാതെ 7 ചെറിയ ഉറവകളുണ്ട് സംസമിന്. അതിലൊരു ഉറവ, ആ 3 ശക്തമായ ഉറവയിൽ ഒരു ഉറവ വരുന്ന എവിടെ നിന്നറിയോ? കഅബാലയത്തിന്റെ താഴെ നിന്നാണെന്നാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ? അതാണ് ഫീഹി ആയാത്തും ബയ്യിനാത്ത്. അത് അല്ലാഹുവിന്റെ വലിയ തെളിവുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളും അതിനെക്കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറില്ല എന്നതൊരു ദുഃഖകരമായ സത്യമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എവിടെയാണ് സംസം ഉള്ളത്? എവിടെയാണ്? മക്കയിൽ. മക്ക എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമിയാണ്, വെള്ളമില്ലാത്ത സ്ഥലമായിരുന്നു, വെള്ളമില്ലാത്ത സ്ഥലമാണ്. പക്ഷേ സംസമിൽ ഒരിക്കലും വെള്ളം പറ്റുന്നില്ല. അവിടെയുള്ള മക്കയുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലുള്ള പല അരുവികളും വറ്റുന്നുണ്ട്, നദികളും വറ്റുന്നുണ്ട്. നദികളും ചെറിയ ചെറിയ തടാകങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വറ്റുന്നുണ്ട്, കിണറുകൾ വറ്റുന്നുണ്ട്. പക്ഷേ ആ സംസം ഒരിക്കൽ പോലും നിലക്കുന്നില്ല എന്ന് മാത്രമല്ല, എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചാലും സെക്കൻഡുകൾ കൊണ്ട് പഴയ അവസ്ഥയിലേക്ക് വരും, പഴയ അവസ്ഥയിലേക്ക് വരും. അതിനേക്കാൾ വലിയ അത്ഭുതം എന്താണെന്നറിയോ? ഇത്രത്തോളം സെക്കൻഡുകൾ കൊണ്ട് ഇതേപോലെ വെള്ളം അവിടെ കടന്നു വരുന്നുവെങ്കിലും അതിൽ നിന്ന് വെള്ളം എടുത്തിട്ടില്ല എങ്കിൽ ആ കിണർ എന്ത് ചെയ്യുന്നില്ല? നിറഞ്ഞു പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നമ്മളൊന്ന് സംസമിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം, സംസമിനെ കുറിച്ച് വായിക്കണം, അതിൻ്റെ മഹത്വം തിരിച്ചറിയണം, അതിൻ്റെ പിന്നിലെ അത്ഭുതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. സംസം കിണറിൻ്റെ സ്ഥാനം എവിടെയാണെന്നറിയോ? എവിടെയാണ് സംസം കണ്ടിട്ടുണ്ട്? കിണർ മത്താഫിലാണ്. മഖാമു ഇബ്രാഹിമിൻ്റെയും ആ സഅയ് നടത്തുന്ന ഇതിൻ്റെയും ഇടയിലായിട്ടാണ് സംസം ഉള്ളത്. സൊഫയുടെ തൊട്ടടുത്ത്, മഖാമു ഇബ്രാഹിമിൻ്റെയും സൊഫയുടെയും ഇടയിലായിട്ടാണ് സംസം ഉള്ളത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ 2003 വരെ എന്നാണ്, 2003 വരെ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന ആളുകൾക്ക് അവിടെ ഇറങ്ങി കാണാൻ കഴിയുമായിരുന്നു. സംസം കിണർ കാണാൻ കഴിയുമായിരുന്നു. പിൽക്കാലത്ത് അവിടെ മത്താഫ് വിപുലീകരിച്ചപ്പോൾ, നമ്മൾ മഖാം ഇബ്രാഹിമിന്റെ ചരിത്രം പറഞ്ഞല്ലോ, അവിടെ എവിടെയായിരുന്നു മഖാം ഇബ്രാഹിം? ഡോറിന്റെ അടുത്തായിരുന്നു, കഅബാലയത്തിന്റെ അടുത്തായിരുന്നു. പിന്നീട് തവാഫിന് വേണ്ടി അവിടെ വിപുലീകരിച്ചപ്പോൾ മാറ്റിവെച്ചതാണ്. ഇതേപോലെ തവാഫിന് വേണ്ടി മത്താഫ് ഇങ്ങനെ വിപുലീകരിച്ചപ്പോൾ ആ സംസമിന്റെ മേലെന്ത് ചെയ്തു? തവാഫിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. എന്നിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സ്റ്റെപ്പുകൾ ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ വീഡിയോയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവിടെ പ്രത്യേകമായി ഗ്ലാസ് കൊണ്ട് മറച്ചിരിക്കുകയാണ് സംസം കിണർ. ഇന്നവിടേക്ക് സന്ദർശകരെ അങ്ങോട്ട് വിടുന്നില്ല എന്ന് നമുക്കറിയാം. പണ്ട് കാലത്ത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് സഹോദരങ്ങളെ സംസമുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. ശരി, തവാഫ് കഴിഞ്ഞു, സംസം കഴിഞ്ഞാൽ, സംസം കുടിച്ചു കഴിഞ്ഞാൽ, സഅയ് കഴിഞ്ഞാൽ പിന്നീട് അവന് തഹല്ലുലാകാം. നമ്മൾ പറഞ്ഞല്ലോ 3 രൂപത്തിലാണ് ഹജ്ജിലേക്ക് പ്രവേശിക്കാന്ന് പറഞ്ഞില്ലേ ഇഹ്റാമിൽ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഏതൊക്കെ 3 രൂപം? ഒന്ന് ഇഫ്രാദ്, മറ്റൊന്ന് ഖിറാൻ, മൂന്നാമത്തേത് തമത്തു. അതിൽ തമത്തു ആയ രൂപമാണ് സ്വാഭാവികമായും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ സാധാരണ ഉംറക്ക് പോയി ഉംറ കഴിഞ്ഞാൽ തഹല്ലുലായി, സാധാരണ പോലെ എന്ത് ചെയ്യാം? ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായ ശേഷം മക്കയിൽ നമുക്ക് ദുൽഹിജ്ജ 8 വരെ താമസിക്കാം. ദുൽഹിജ്ജ 8-ന് എല്ലാവരും പോകും. എവിടേക്ക്? പരിശുദ്ധമായ മിനയിലേക്ക് പോകും. എന്നാണ് ഹജ്ജ് ആരംഭിക്കുന്നത്? ദുൽഹിജ്ജ 8-നാണ്. എത്ര ദിവസമുണ്ട് ഹജ്ജ്? ദുൽഹിജ്ജ 8 മുതൽ 13 വരെയാണ് ഹജ്ജ്. വളരെ പ്രത്യേകിച്ച് ദുആകളൊന്നുമില്ല ഹജ്ജിൽ കേട്ടോ, പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നുമില്ല. തവാഫിലും സഅയിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊരു ദുആ എന്ന് പറയാൻ ഒരു ദുആ പോലുമില്ല എവിടെ? ഹജ്ജിൽ.
നമ്മൾ മനസ്സിലാക്കണം. ശരി, ദുൽഹിജ്ജ് 8 പറയുന്നൊരു പേരെന്താണ്? യൗമു തർവിയ എന്നാണ്. യൗമു തർവിയ. എന്താണ് യൗമു തർവിയ എന്ന് പറയാനുള്ള കാരണം? അന്ന് തർവിയ എന്ന് പറഞ്ഞാൽ വെള്ളം ശേഖരിക്കുക എന്നൊരർത്ഥം ഉണ്ടായിരുന്നു. എന്താണ്? വെള്ളം ശേഖരിക്കുക. എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്നറിയോ? ദുൽഹിജ്ജ് 8 മക്കയിൽ നിന്ന് പോയാൽ പിന്നെ തിരിച്ചു വരുന്ന ദുൽഹിജ്ജ് 13 മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ഒക്കെ ആയി കഴിഞ്ഞ് വീണ്ടും മിനയിൽ കഴിഞ്ഞ് തിരിച്ചു വരപ്പോഴാ 13 അവിടെ പോയ ആളുകൾക്കറിയാം, ഹജ്ജിനും ഉംറക്കൊക്കെ പോയ ആളുകൾ, അല്ലെങ്കിൽ ഉംറക്ക് പോയി നമ്മൾ അറഫയിലൂടെ ഒക്കെ ഇങ്ങനെ സിയാറ ചെയ്യുന്ന സമയത്തറിയാം, അവിടെ ഒരു കനാല് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ കനാലിന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നാ കനാലൊന്നുമില്ല അവിടെ. പക്ഷെ ആ കനാലിന്റെ പേര് നിങ്ങൾക്കറിയോ? ഐൻ സുബൈദ എന്നാണ്. സുബൈദ കനാൽ. എന്താ സുബൈദ കനാലിന്റെ പ്രത്യേകത എന്നറിയോ? നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ആകെ ഉണ്ടായിരുന്ന വെള്ളം ഏതാണ്? സംസം മാത്രമാണ്. വേറെ വെള്ളം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ 5 ദിവസത്തിനുള്ള വെള്ളം ശേഖരിച്ചുകൊണ്ട് അവർ പോകും. എവിടേക്ക് പോകുമ്പോ? ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോ അവരുടെ കയ്യിൽ, അവരുടെ പാത്രത്തിൽ വെള്ളം ശേഖരിക്കും. അതേപോലെ തന്നെ അവരുടെ മൃഗങ്ങൾക്കൊക്കെ വെള്ളം ശേഖരിച്ചു വെക്കും. അതുകൊണ്ടാണ് യൗമു തർവിയ, വെള്ളം ശേഖരിക്കുന്ന ദിവസം എന്ന പേര് വന്നത്. അങ്ങനെ അവർ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അറഫയിലോ മുസ്ദലിഫയിലോ മിനയിലോ ഒന്നും വെള്ളം കിട്ടാനുള്ള സൗകര്യങ്ങളില്ല. അങ്ങനെ ആ സമയത്താണ് പിന്നെ ഹാറൂൺ റഷീദിന്റെ ഭാര്യയായ സുബൈദ രാജ്ഞി, ബഗ്ദാദിലെ അബ്ബാസി പിന്നെ ഖലീഫയാണ് ഹാറൂൺ റഷീദ്. ബഗ്ദാദിലെ അബ്ബാസി ഖലീഫയാണ് ഹാറൂൺ റഷീദ്. ആ ഹാറൂൺ റഷീദിന്റെ ഭാര്യയായ സുബൈദ രാജ്ഞി ഹജ്ജിന് വരാണ്. ആ സമയത്ത് അവരിങ്ങനെ കാണാണ്, വെള്ളം കിട്ടാനില്ല. ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം ഉപയോഗിക്കാൻ കിട്ടുന്നില്ല. ആ സമയത്ത് അവരെന്ത് ചെയ്തു എന്നറിയോ? അവിടെ ഒരു വലിയ കനാൽ നിർമ്മിച്ചു. ഒരു കനാൽ നിർമ്മിച്ചു. ആ കനാൽ നിർമ്മിക്കാൻ അവർ ഏകദേശം 10 വർഷത്തോളം എടുത്തു എന്നാണ്. ഈ കനാൽ ഉണ്ടാക്കാൻ 10 വർഷത്തോളം, ഏകദേശം 38 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന കനാലാണത്. മക്കയിലെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അറഫയിലെയും മുസ്ദലിഫയിലെയും മിനയിലെയും ഒക്കെ ഹജ്ജിന് വരുന്ന ആ പ്രദേശത്തുള്ള ആളുകൾക്ക്, ഹാജിമാരായ ആളുകൾക്ക് വെള്ളം കുടിക്കാൻ അതിനുവേണ്ടി ഒരു കനാൽ ഉണ്ടാക്കി 10 വർഷം ത്വായിഫിൽ നിന്നാണ് അവർ വെള്ളം പിന്നെ കൊണ്ടുവന്നിരുന്നത്. ത്വായിഫിൽ നിന്നാണ്. മക്ക പ്രദേശത്തൊന്നും വേറെ വെള്ളം വരാൻ നിവൃത്തിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ത്വായിഫിൽ നിന്ന് ദീർഘമായി അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി മക്കയിലേക്ക് വെള്ളം കൊണ്ടുവന്ന് ഈ മക്കയിൽ അവിടെ അറഫയിലും മുസ്ദലിഫയിലും മിനയിലുമൊക്കെയായി വലിയൊരു കനാൽ നിർമ്മിച്ചു. സ്വന്തം സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് സുബൈദ രാജ്ഞി നിർമ്മിച്ച ഒരു കനാലാണ് സുബൈദ കനാൽ. ഐൻ സുബൈദ എന്ന പേരിൽ ഇന്നും അതിന്റെ ഒരു ഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നതിന് വെള്ളമൊന്നുമില്ല കേട്ടോ, ഇന്നതിന് വെള്ളമൊന്നുമില്ല. പക്ഷേ ഇന്നും അവർക്ക് അവിടെ പോയാൽ അത് കാണാൻ കഴിയും. ചരിത്രം വായിച്ചാൽ കാണാം, ആ പണി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ അതിന്റെ വരവ് ചെലവൊക്കെ എഴുതിയ പൈസ ഉണ്ടാവുമല്ലോ, കണക്കുണ്ടാവുമല്ലോ, അവരൊരു നദിയിൽ ഒഴുക്കി കളഞ്ഞു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, എൻ്റെ റബ്ബും ഞാനും മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ആ വാചകം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ അത്ഭുതമാണിതെല്ലാം. മക്കയും മദീനയും മുസ്ദലിഫയും ഒക്കെ ആയിട്ടുള്ള ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഐൻ സുബൈദ, സുബൈദ കനാൽ എന്ന് പറഞ്ഞാൽ. മിനയുടെ ചരിത്രം ആരംഭിക്കുന്നത് മക്കയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇബ്രാഹിം നബിയിൽ നിന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നാണ് മിനയുടെ ചരിത്രവും ആരംഭിക്കുന്നത്. ദുൽഹിജ്ജ 8 ദുഹറിന് മുൻപായി മിനയിലെത്തണം. ഏകദേശം 5.5 കിലോമീറ്റർ ഉണ്ട് മക്കയിൽ നിന്ന് മിനയിലേക്ക് നടക്കാൻ. ദൂരം 5.5 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ആളുകളൊക്കെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് എന്ത് ചെയ്യും? ആ പരിശുദ്ധമായ മിനയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടുപോകുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. മിനയെന്ന് പറഞ്ഞാൽ ഒരു ടെന്റാണ്, ഒന്ന് കിടക്കാൻ മാത്രം സൗകര്യമുള്ള ഒരു ടെന്റാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വലിയ വലിയ രാജാക്കന്മാരും ഭരണാധികാരികളും വലിയ വലിയ സമ്പന്നന്മാരും ആ പരിശുദ്ധമായ ഹജ്ജിന് വന്നാൽ അവർ മിനയിൽ താമസിക്കണം. മിനയിൽ താമസിക്കണം. ഒന്ന് കിടക്കാൻ മാത്രം സൗകര്യമുള്ള 30, 40, 50 പേർക്ക് വ്യത്യസ്തമായ രൂപത്തിൽ ഒന്നിച്ചു കഴിയാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ടെന്റാണ് മിന എന്ന് പറഞ്ഞാൽ. ടെന്റുകളുടെ നഗരം എന്നാണ് മിന അറിയപ്പെടുന്നത്. മിന എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നാണ് അർത്ഥം. മിന
എന്താണ് അതിന്റെ കാരണം? ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ വിശദീകരിക്കുമ്പോൾ ആ ഭാഗം ഞാൻ അതവിടെ വിശദീകരിക്കാം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മിനയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കൂടെ പറയട്ടെ. ഇന്ന മുനാ തത്തസിഉ ലിൽ ഹുജ്ജാജി കമാ യത്തസിഉൽ ബത്ന ലി ഉമ്മി ലിവലദിഹി. മിന അത് വികസിക്കും ഹാജിമാർക്ക് വേണ്ടി. മിന ഹാജിമാർക്ക് വേണ്ടി വികസിക്കും. നമുക്കത് മനസ്സിലാകുന്നില്ല, നമ്മളത് കാണുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ചില ഹദീസുകളൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്കത് അനുഭവപ്പെട്ടുകൊള്ളണമെന്നില്ല. പക്ഷെ അത് വലിയ അത്ഭുതമാണ്. അവിടെ വരുന്ന ഈ വർഷം ഏകദേശം 25 ലക്ഷത്തിലേറെ ആളുകൾ ഹജ്ജിന് വരുമെന്നാണ് ഇപ്രാവശ്യം. ആ വരുന്ന ആളുകളൊക്കെ മിനയിൽ വരണം, ആ മിനയിൽ താമസിക്കണം. ആ സമയത്ത് മിന വികസിക്കും. ഏതുപോലെ? കമാ യത്തസിഉൽ ബത്ന ലി ഉമ്മി ലിവലദിഹി. ഒരു ഉമ്മയുടെ വയറ് തന്റെ കുട്ടിക്ക് വേണ്ടി വലുതാകുന്നത് പോലെ മിന ഹാജിമാർക്ക് വേണ്ടി വലുതാകും, വികസിക്കും, വിശാലമാകും. അല്ലേ? ഗർഭിണിയായി കഴിഞ്ഞാൽ ഓരോ മാസത്തിനനുസരിച്ച് കുട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് ഉമ്മയുടെ വയറെന്ത് ചെയ്യും? വലുതാവും. ഇതുപോലെ ഹാജിമാർ വരുമ്പോ ദുൽഹിജ്ജ 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ ആ മിന ഹാജിമാർക്ക് വേണ്ടി വികസിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അവിടെ മസ്ജിദുൽ ഖൈഫ് ഉണ്ട്. മസ്ജിദുൽ ഖൈഫ്, അവിടുത്തെ നമസ്കാരം, മിനയിലെ നമസ്കാരം ഖസ്റാക്കിയുള്ള നമസ്കാരമാണ്. ഓരോ വഖത്തും ഖസ്റാക്കി നിസ്കരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ദുൽഹിജ്ജ 8-ന് ളുഹറിന് മുൻപായി മിനയിലെത്തണം. അവിടെ ളുഹർ എത്ര റക്അത്താ? 2 റക്അത്ത്, 4 പാടില്ല. അസർ എത്ര റക്അത്താ? 2 റക്അത്ത്, 4 പാടില്ല. ഇശാ എത്ര റക്അത്താ? 2 റക്അത്ത്, 4 പാടില്ല. എന്തേ അങ്ങനെ? ധാരാളം സമയമുണ്ട്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വേറെ പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നുമില്ല. അപ്പൊ കുറച്ച് അധികമല്ലേ നിസ്കരിക്കേണ്ടത്? ആ 4 8 വേണ്ടത് ശരിക്കും മിനയിൽ, അല്ലേ? റവാത്തിബ് നമസ്കാരങ്ങൾ പാടില്ല, ളുഹ നിസ്കാരില്ല. ആകെയുള്ള സുന്നത്ത് നിസ്കാരം സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്തും രാത്രി തഹജ്ജുദ് നിസ്കാരവും. വേറെ സുന്നത്തൊന്നുമില്ല അവിടെ. എന്താ അങ്ങനെ? നമുക്കവിടെ കുറച്ച് അധികം നിസ്കരിച്ചൂടെ? അല്ലേ? ഇല്ല. അത് പഠിപ്പിക്കുന്ന വലിയൊരു പാടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ദീന എന്താണോ പഠിപ്പിച്ചത് അവിടെ നിൽക്കണം മുസ്ലിം. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല, നമുക്ക് ചെയ്യാൻ പാടില്ല. ഏതായാലും മിനയല്ലേ, ഹജ്ജിന്റെ ദിവസമല്ലേ, അള്ളാഹുവിന്റെ വലിയ പ്രതിഫലം കിട്ടുന്ന പുണ്യ നഗരമല്ലേ, പരിശുദ്ധ ഭൂമിയല്ലേ. അവിടെ 4 പൂർണ്ണമാക്കാം പറ്റൂല, അവിടെ 2 പാടുള്ളൂ. റസൂലുള്ള പറഞ്ഞത് എന്താണോ സമിഅനാ വഅതഅനാ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തിബാഉർ റസൂൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി എന്ന് ഒരു മനുഷ്യൻ അംഗീകരിക്കുന്നുവോ അന്നേ അവൻ മുസ്ലിം ആകുന്നുള്ളൂ. അതാണ് ഇത്തിബാഉർ റസൂൽ. അവിടെ മസ്ജിദുൽ ഖൈഫ് ഉണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെ 70ഓളം പ്രവാചകന്മാർ ആ പള്ളിയിൽ നമസ്കരിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ശരി, മിന വലിയ പരീക്ഷണത്തിന്റെ സ്ഥലമാണ്. എന്ത് പരീക്ഷണമാണെന്നറിയോ? മിനയിലെ എന്താ ഏറ്റവും വലിയ പരീക്ഷണം? ക്ഷമ. ഞാൻ പറഞ്ഞല്ലോ, 80ഓളം ആളുകൾ 50ഓളം ആളുകളൊക്കെ ഒരുമിച്ച് താമസിക്കുമ്പോൾ നമുക്കറിയാലോ, 3 ആള് 4 ആള് ഒരു റൂമിൽ താമസിച്ചാൽ കൂർക്കം വലിക്കുന്നവരുണ്ടാകും, ശബ്ദം ഉണ്ടാക്കുന്നവരുണ്ടാവും, ഒരാൾക്ക് ലൈറ്റ് പറ്റൂല, ഒരാൾക്ക്. അതൊന്നും അവിടെ പ്രശ്നമല്ല. എല്ലാം ഉൾക്കൊള്ളണം, എല്ലാം സഹിക്കണം, എല്ലാം ക്ഷമിക്കണം. രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുമ്പോ അവിടെ ഉണ്ടാകും 100 കണക്കിന് ആളുകൾ, അല്ലേ? വിചാരിച്ചതുപോലെയുള്ള ഭക്ഷണം കിട്ടൂല, വിചാരിച്ചതുപോലെ ഉറങ്ങാൻ കഴിയൂല, വിചാരിച്ചതുപോലെ സൗകര്യങ്ങൾ കിട്ടൂല. ഞാൻ വലിയ പൈസ കൊടുത്തിട്ടൊക്കെ അല്ലേ പോണത്, 8ഉം 9ഉം ഒക്കെ അല്ലേ? അതൊന്നും ഒരു പ്രശ്നമല്ല. ക്ഷമ പഠിപ്പിക്കുകയാണ്, പരിശീലിപ്പിക്കുകയാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്ഷമ പഠിപ്പിച്ച സ്ഥലത്തിന്റെ പേരാണ് മിന. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്ഷമ പഠിപ്പിച്ച സ്ഥലത്തിന്റെ പേരാണ് മിന. അത് പഠിപ്പിക്കാൻ അള്ളാഹു കൊണ്ടുപോണത്. എന്തിനാ ക്ഷമിക്കണത്? റജഅ കയൗമി വലദതുഹു ഉമ്മുഹു അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗ്ഗം തരാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്നൊരു കുട്ടി പുറത്തേക്ക് വരുന്ന ദിവസം ആ കുട്ടിയുടെ മനസ്സ് എത്രമാത്രം നിഷ്കളങ്കമാണോ അതുപോലെ ശുദ്ധമാക്കാൻ വേണ്ടിയാണ്. ഇതാണ് സഹോദരങ്ങളെ മിന എന്ന് പറഞ്ഞാൽ.
മെനയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം ഇനിയും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകിയാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ വിഷയം കുറച്ച് സുദീർഘമായി പറയേണ്ടതാണ്. ഞാനിതൊക്കെ പറയണെന്തെന്നറിയോ, ഞാൻ ഹജ്ജിന്റെ രൂപം വിശദീകരിക്കാനല്ല കേട്ടോ ഈ ക്ലാസ്. ആരും അങ്ങനെ വിചാരിക്കരുത്. അതിനിടയിൽ ഹജ്ജിന്റെ രൂപങ്ങളും ഉംറയുടെ രൂപങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതെന്നുള്ളൂ. ഓരോന്നും നമ്മൾ അതിന്റെ മഹത്വവും പ്രാധാന്യവും ചരിത്രവും പഠിച്ചിരിക്കണം. എങ്കിലേ അതിങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലേക്ക് ആ രംഗങ്ങൾ ഇങ്ങനെ വരുള്ളൂ. ഇന്ന് രാത്രി നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ സംസം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് ആ സംസം ഒന്ന് കുടിച്ചു നോക്കൂ. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, സംസം എവിടെ വന്നത്, ഇസ്മായിൽ നബിയെ, ഇബ്രാഹിം നബിയെ, ഹാജറ ബീവിയെ, അവരുടെ ചരിത്രം മനസ്സിലേക്ക് വരട്ടെ, ആ ഓട്ടം മനസ്സിലേക്ക് വരട്ടെ അല്ലേ. ഇന്നൊക്കെ സായിന് പോകുന്ന ആളുകൾക്ക് വളരെ സിമ്പിളാണ്, വളരെ സൗകര്യമാണ്. ടെറസുകളാണ്, 3ഉം 4ഉം നിലകളുള്ള ടെറസുകളാണ്. ഇനി തീരെ നടക്കാൻ വയ്യാത്തവർക്കാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും അവിടെയുണ്ട്. പക്ഷേ ഹാജറ ബീവിയോടെ ഓട്ടം, സഫയുടെയും മറുവയുടെയും മേലെ കയറിയ നൃത്തം, കയറ്റം, ഓട്ടം, നടത്തം, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. അവിടുന്ന് ആ സംസമിന്റെ അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരിറക്ക് വെള്ളം, ഒരു ഗ്ലാസ് ഒന്നും കുടിക്കണ്ട, ഒരിറക്ക് വെള്ളം ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കുടിച്ചാലുണ്ടല്ലോ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ മനസ്സിന് മാറ്റം വരും, നമ്മുടെ ജീവിതത്തിൽ നിഫാഖ് ഇല്ലാതെയാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും അങ്ങനെ പടച്ചറബിലേക്ക് കൂടുതൽ എടുക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, നിന്റെ പരിശുദ്ധമായ ഹജ്ജിനെ കുറിച്ചാണ്, ആ ഭൂമിയെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഓർക്കുകയാണ് ആ നഗരത്തെക്കുറിച്ചും ആ കർമ്മത്തെക്കുറിച്ചുമെല്ലാം. നാഥാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരണത്തിന് മുൻപായി ആ പരിശുദ്ധമായ കർമ്മം നിർവഹിക്കാനുള്ള മഹാസൗഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഈ വർഷം അവിടെ ഹജ്ജിനെത്തിപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പലരും പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. അള്ളാഹു ഈ വർഷം അവിടെ ഹജ്ജിന് വേണ്ടി എത്തിപ്പെടുന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് മഖബൂലും മബ്റൂറുമായ രൂപത്തിൽ സ്വീകരിക്കുകയും സന്തോഷത്തോടെ തിരിച്ചു വരാനുള്ള മഹാസൗഭാഗ്യം അവർക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച ഒരുപാട് തിന്മകൾ അള്ളാഹുവേ, നിന്റെ മഹത്തായ ഫضല് കൊണ്ട് ഈ സദസ്സ് വിട്ടു പിരിയും മുൻപേ ഞങ്ങൾക്കതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെയൊക്കെ വാപ്പമാർ, ഉമ്മമാർ, ഞങ്ങളുടെയൊക്കെ വല്ലുപ്പമാർ, വല്യമ്മമാർ, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, അള്ളാഹുവേ, അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, അവരുടെ ബർസഖി ജീവിതം നീ സന്തോഷത്തിലാക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നാളെ അത്തരമൊരവസ്ഥയിൽ ഞങ്ങളെത്തുമ്പോൾ ഞങ്ങളുടെ ബർസഖി ജീവിതവും നീ സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, നാഥ നീ അവർക്ക് ശിഫ നൽകണമേ റഹ്മാനെ. നാഥ, അവരെ അനുസരിക്കുന്ന, അവരുടെ തൃപ്തിയോടുകൂടി ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നാഥ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്റെ ബർക്കത്തും റഹ്മത്തും മവദ്ദത്തും നിലനിർത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലും മണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാവിധ പിശാചിന്റെ ഷർറിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. നാഥാ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരണപ്പെടുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ തലമുറകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.